ഇന്നലെ വളരെ വൈകിയാണ് പലയിടത്തും തെരഞ്ഞെടുപ്പ് അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ ബൂത്തുകളിൽ നിന്നുള്ള മറ്റും വിവര ശേഖരണമൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടികളും നടത്തിയിട്ടില്ല. പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും പങ്കുവെക്കുന്നത്. അതിൽ BJPയുടെ ഒരു പ്രാഥമിക വിവരമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. കാരണം BJP ഏറെ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലം. ആ മണ്ഡലത്തിൽ ഇത്തവണ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെ BJPയുടെ നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. കൃത്യമായി തന്നെ ഒരു കണക്ക്, പ്രാഥമികമായ ഒരു കണക്കാണ്. കാരണം ബൂത്ത് ലെവലിൽ നിന്നുള്ള കണക്കുകളും മറ്റും എടുത്തിട്ടില്ല. സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ ബൂത്ത് ഏജന്റുമാരും ഒപ്പം തന്നെ ബൂത്തിലെ പ്രവർത്തകരുമൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം ചേരുകയും വോട്ടുകളുടെ എണ്ണവും അത് ആർക്കൊക്കെയാണ് എന്നുള്ളൊരു വിലയിരുത്തലുമൊക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുമായിരിക്കാം. ഏതായാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. BJP ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും എന്ന് തന്നെയാണ് പാർട്ടി കരുതുന്നത്. അതിനായി അവർ പറയുന്നത് തൃശ്ശൂർ, മണലൂർ, ഇരിങ്ങാലക്കുട, പുതുക്കാട് മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി മുന്നേറും. ഒപ്പം തന്നെ നാട്ടികയിലും ഗുരുവായൂരിലും അധികം പിന്നാക്കം പോകില്ല എന്നും അവർ പറയുന്നു. അതിനിടയിൽ മറ്റൊരു മണ്ഡലമായ ഒല്ലൂർ, ഇന്നലെ തന്നെ VS സുനിൽകുമാർ, CPIയുടെ സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ പറഞ്ഞത് ഒല്ലൂരിൽ ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് BJP ആലത്തൂരിൽ നിന്നും മറ്റും ആളുകളെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നു. 10,000-ഓളം പേര് അങ്ങനെ ചേർത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇന്നലെ രാവിലെ തന്നെ TN പ്രതാപൻ പറഞ്ഞിരുന്നത് CPM കേന്ദ്രങ്ങളിൽ നിന്ന് വോട്ട് വലിയ രീതിയിൽ BJPക്ക് മറിഞ്ഞു എന്നാണ് പറയുന്നത്. K മുരളീധരൻ ചില കാര്യങ്ങൾ പറയാമെന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ നാട്ടികയും ഗുരുവായൂരും വലിയ രീതിയിൽ തന്നെ കോൺഗ്രസ് വോട്ട് പിടിക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുകയും ചെയ്താൽ അത് കോൺഗ്രസിനും വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. ഏതായാലും BJP ഉറച്ചു പറയുന്ന കാര്യം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചു എന്ന് തന്നെ BJP വിലയിരുത്തുന്നു. 4 മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരുമെന്നും 2 മണ്ഡലങ്ങളിൽ അധികം താഴേക്ക് പോകില്ല എന്നും BJP കരുതുന്നു. വിജയം സുനിശ്ചിതമാണ് തൃശ്ശൂരിലെന്നാണ് പറയുന്നത്. തന്നെയുമായിരുന്നില്ല, ഇന്നലെ ചില LDF കേന്ദ്രങ്ങളിൽ ഉണ്ടായ ഒരു മന്ദതയും ഇതിന് ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.